മൂന്ന് മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തി മധ്യകേരളത്തിലും പിൻവാങ്ങാതെ വിമതർ. കൊച്ചി കോർപ്പറേഷനിൽ UDFന് ഭീഷണിയായി നിൽക്കുന്ന 4 പ്രധാന വിമതരെയും അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇടുക്കിയിൽ കൂടുതൽ വിമത ഭീഷണി UDFനാണെങ്കിൽ ആലപ്പുഴയിൽ വിമതശല്യം കൂടുതൽ LDFനാണ്. ഇനി മുന്നിലുള്ളത് വളരെ ചെറിയ സമയം മാത്രം. വിമതരെ എങ്ങനെയും കൂടെ നിർത്താനുള്ള കഠിന ശ്രമത്തിലാണ് മധ്യകേരളത്തിൽ 3 മുന്നണികളും. കൊച്ചി കോർപ്പറേഷനിൽ 4 വിമതർ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. തൃക്കാക്കര നിയോജക മണ്ഡലം UDF ചെയർമാനായിരുന്ന ജോസഫ് അലക്സ് വിമതനായി രംഗത്തുണ്ട്. ചുള്ളിക്കൽ ഡിവിഷനിലും തോപ്പുംപടിയിലും ഇതുവരെയും അനുനയ ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ കോടതിയെ സമീപിക്കാനാണ് DCC നീക്കം. മന്ത്രിയുടെ ഒത്താശയോടുകൂടി ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നത് ഈ ജനാധിപത്യത്തിന് ഗുണകരമാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുള്ള യോഗ്യതയെ പോലും അവരുടെ അവകാശത്തെ പോലും ഹനിക്കുന്ന രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തി ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. കട്ടപ്പന നഗരസഭയിൽ UDFന് 10 വിമതരാണ് ഭീഷണിയാകുന്നത്. ഇതിൽ 2 പേരെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളാക്കി പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം. കോൺഗ്രസ് ലീഗ് ബന്ധത്തിലും അസ്വാരസ്യങ്ങളുണ്ട്. ആലപ്പുഴയിൽ LDFലാണ് വിമതശല്യം രൂക്ഷം. രാമങ്കരി പഞ്ചായത്തിൽ CPIനെതിരെ CPIയുടെ 8 പേർ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കട്ടെ എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. മാരാരിക്കുളത്ത് CPIM വിമതൻ M വിജയൻ പത്രിക പിൻവലിച്ചേക്കില്ല. CPIന്റെ സീറ്റ് SNDPക്ക് മറിച്ചു കൊടുത്തു എന്ന ആരോപണവുമുണ്ട്. ആലപ്പുഴ നഗരസഭയിൽ വിമതനായി മത്സരിക്കുന്ന DCC ജനറൽ സെക്രട്ടറി രാജു തന്നിക്കൽ സ്ഥാനം രാജിവെച്ചു. ജില്ലയിൽ BJP BDJS ബന്ധത്തിലും ചെറിയ വിള്ളലുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ 3 ഡിവിഷനുകളിൽ കേരള കോൺഗ്രസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പിൻവലിച്ചേക്കും. നേതാക്കൾ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനം. കോട്ടയത്ത് പാലാ നഗരസഭയിൽ ബിനു പുളിക്കക്കണ്ടവും കുടുംബവും മത്സരരംഗത്തുണ്ട്. ജില്ലാ പഞ്ചായത്ത് കുറുവിലങ്ങാട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ജോസ്മോൻ മുണ്ടക്കന്റെ പത്രിക സ്വീകരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.